Hi friends, and the topic dictionary. Dictionary is a collection of key value, collection of data types. A series of key value pairs or curly bracket collection of data and dictionary. Each key and value connected. Then each key and a number, a string or a ലിസ്റ്റ് ഈവൻ ഒരു എന്താവും ഡിക്ഷണറി വരെ കീ എന്ന് പറഞ്ഞാൽ നമ്പർ ആവാം, സ്ട്രിങ് ആവാം, ലിസ്റ്റ് ആകുമ്പോൾ എന്നത് ഡിക്ഷണറി വരെ ആവാം. ഡിക്ഷണറീസ് ആർ അസോസിയേറ്റീവ്. ഡിക്ഷണറി എന്താണ്? അസോസിയേറ്റീവ് അറേസ് ആണ്. ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് കീ വാല്യൂ പെയേഴ്സ്. ഡിക്ഷണറി പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഓഫ് കീ വാല്യൂ പെയേഴ്സ് ആണ്. ദ എലമെൻറ്റ് ഇൻ എ ഡിക്ഷണറീസ് ആർ ഇൻഡെക്സ്ഡ് ബൈ കീസ്. അല്ല, ഡിക്ഷണറിയിലെ എലമെൻറ്റ്സ് ഇൻഡെക്സ് ചെയ്തിരിക്കുന്നത് കീ യൂസ് ചെയ്തിട്ടാണ്. ദെൻ എ ഡിക്ഷണറീസ് അല്ല, ഒരു ഡിക്ഷണറി എന്താണ്? ഒരു ലിസ്റ്റ് പോലെയാണ്, ബട്ട് ഇൻ മോർ ജനറൽ. ഇൻ എ ഡിക്ഷണറി ഈസ് എക്സ്ട്രീംലി യൂസ്ഫുൾ ഡാറ്റ സ്റ്റോറേജ് ഫോർ സ്റ്റോറിങ് ആൻഡ് റിട്രീവിങ് ദി കീ വാല്യൂ പെയേഴ്സ്. കീ വാല്യൂ പെയേഴ്സിൻ്റെ സ്റ്റോറേജിന് റിട്രീവിന് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എക്സ്ട്രീംലി യൂസ്ഫുൾ ആയിട്ടുള്ളത്. വെർ ഈച്ച് എലമെൻറ്റ്സ് ഈസ് അസസ്ഡ് ബൈ യുണീക്ക് കീ. ഈച്ച് എലമെൻറ്റ് എങ്ങനെയാണ് അസസ് ചെയ്യുന്നത്? യുണീക്ക് കീ വെച്ചിട്ടാണ്. ഡിക്ഷണറി കീസ് ആർ എന്തല്ല, നോട്ട് സീക്വൻസ് അല്ല, ബട്ട് ഈസ് ഹെൻസ് മെയിൻറ്റെയിൻ ദി ലെഫ്റ്റ് ടു റൈറ്റ് ഓർഡർ. ദെൻ ഡിക്ഷണറി പറഞ്ഞാൽ ഒരു അൺഓർഡേർഡ് കളക്ഷൻ ഓഫ് ഡാറ്റ വാല്യൂസ് ആണ്. ആർ യൂസ്ഡ് ടു സ്റ്റോർ ഡാറ്റ വാല്യൂ ലൈക്ക് എ മാപ്പ്. ഡിക്ഷണറി പറഞ്ഞാൽ ഒരു കളക്ഷൻ ഓഫ് അൺഓർഡേർഡ് കളക്ഷൻ ഓഫ് ഡാറ്റ വാല്യൂസ് ആണ്. അത് നമുക്ക് എങ്ങനെ സ്റ്റോർ ചെയ്യാം? ഡാറ്റ വാല്യൂസ് ലൈക്ക് മാപ്പ് പോലെ എന്ത് ചെയ്യാം? സ്റ്റോർ ചെയ്യാം. ഈച്ച് പെയർ, ഡിക്ഷണറിയിൽ ഈച്ച് കീ വാല്യൂ പെയറിനെ സെപ്പറേറ്റ് ചെയ്യുന്നത് ബൈ കോളൻസ് ആണ്. ദെൻ മൾട്ടിപ്പിൾ പെയർസ് ഉണ്ടെങ്കിൽ സെപ്പറേറ്റഡ് ബൈ കോമാസ്. എ ഡിക്ഷണറി പ്രൊവൈഡ്സ് ഫാസ്റ്റ് ലുക്ക് അപ്പ് കീ ബൈ കീ. എ കീ, ഡിക്ഷണറിയിലെ കീ എന്തായിരിക്കും? മസ്റ്റ് ബി ഇമ്മ്യൂട്ടബിൾ ഒബ്ജക്റ്റ് ടൈപ്പ് ആയിരിക്കും. ഡിക്ഷണറിയിലെ കീ മസ്റ്റ് ബി എന്തായിരിക്കും? ഇമ്മ്യൂട്ടബിൾ ഒബ്ജക്റ്റ് ടൈപ്സ് ആയിരിക്കും. ഡിക്ഷണറി കണ്ടെയ്ൻസ് different form of sequence like a tupling method of storing data. There is no concept of order among elements. Then their main use include string time modification of ഫയൽസിൻ്റെ വാല്യൂസ്, നെയിംസ് ഇതൊക്കെ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിൻലി ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. Then values in dictionary can be any data type and can be duplicated. ഡിക്ഷണറിയിലെ വാല്യൂസിന് ഡാറ്റ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. ഡിക്ഷണറീസ് ആർ ക്രിയേറ്റഡ് ബൈ ബിൽഡിംഗ് ഫങ്ഷൻ. ഡിക്ഷണറീസ് എങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്? ദ ഫങ്ഷൻ DICT. ഡിക്ഷണറീസ് ആർ എന്താണ്? ഇമ്മ്യൂട്ടബിൾ ആണ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ നമ്മൾ DICT എന്നുള്ളൊരു എം ടി ഡിക്ഷണറിയാണ് ആദ്യം ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യാം? DICT ഫിസിക്സ്. അത് ഫിസിക്സ് എന്നുള്ളവിടെ കീയും അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് വാല്യൂ എന്താണ്? ന്യൂക്ലിയർ ഫിസിക്സ്. ഇനി DICTനെ പ്രിൻ്റ് ചെയ്യുമ്പോൾ നോക്കാം, നമുക്ക് കിട്ടും കേളി ബ്രാക്കറ്റ്സിൽ കീ വാല്യൂ പെയറായിട്ട് ഫിസിക്സ്, ന്യൂക്ലിയർ ഫിസിക്സ് എന്ന് കിട്ടും. ദെൻ നെക്സ്റ്റ് ഫങ്ഷൻസ് ഓഫ് ഡിക്ഷണറി. ഡിക്ഷണറീൻ്റെ ഫങ്ഷൻസാണ് മെയിൻലി മോഡിഫിക്കേഷൻ. ഡിക്ഷണറീൻ്റെ മോഡിഫിക്കേഷനാണ് യൂസ് ചെയ്യുന്നത്. ദെൻ ഫസ്റ്റ് ഇതാണ് കമ്പയർ. DICT1 DICT എന്നുള്ള രണ്ട് ഡിക്ഷണറീസ്. അതിനെ കമ്പയർ ചെയ്യാൻ, രണ്ട് ഡിക്ഷണറിയിലെ എലമെൻറ്റ്സിനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കമ്പയർ എന്നുള്ള ഫങ്ഷൻ യൂസ് ചെയ്യുന്നത്. ദെൻ അടുത്ത് ലെങ്ത്ത്, LENGTH. ഡിക്ഷണറിയിൽ നമുക്ക് എന്താ തരാം? ഡിസ്പ്ലേ ചെയ്യുന്നത് ടോട്ടൽ ലെങ്ത്ത്. ഡിക്ഷണറീൻ്റെ ടോട്ടൽ ലെങ്ത്താണ് എന്ത് ചെയ്യുക? ഡിസ്പ്ലേ ചെയ്യുക. വെച്ചാൽ ഡിക്ഷണറിയിലെ ടോട്ടൽ എലമെൻറ്റിൻ്റെ നമ്പേഴ്സാണ് ഇവിടെ എന്ത് ചെയ്യുക? ഡിസ്പ്ലേ ചെയ്യുക. നെക്സ്റ്റ് സ്ട്രിങ്. ഡിക്ഷണറിയിൽ നമുക്ക് എന്തായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാനാണ് ഇത് യൂസ് ചെയ്യുന്നത്? സ്ട്രിങ് ആയി. ഡിക്ഷണറി ഇറ്റ് പ്രൊഡ്യൂസ് എ പ്രിൻ്റബിൾ സ്ട്രിങ് റെപ്രസെൻറ്റേഷൻ ഓഫ് ഡിക്ഷണറി നമുക്ക് എന്ത് ചെയ്യാം? സ്ട്രിങ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് വേരിയബിൾ. ദെൻ ഡിക്ഷണറിയിലെ ഡാറ്റ ടൈപ്സിനെ പ്രിൻ്റ് ചെയ്യാനാണ് ടൈപ്പ് ഓഫ് വേരിയബിൾ യൂസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ആണ് ഡിക്ഷണറി മെത്തേഡ്സ്. പൈത്തൺ ഹാസ് വേരിയസ് മെത്തേഡ് ടു വർക്ക് ഇൻ ഡിക്ഷണറീസ്. പൈത്തൺ എന്തുണ്ട്? വേരിയസ്
ഡിക്ഷണറി മെത്തേഡ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റാണ് DICT.clear. ഡിക്ഷണറിയിലെ എല്ലാ എലമെൻറ്റ്സിനെയും റിമൂവ് ചെയ്യാം. ഡിക്ഷണറി ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ DICT എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഇവിടെ എ എന്നുള്ളൊരു ഡിക്ഷണറി, അതെല്ലാ എലമെൻറ്റ്സ് ആണ് ഉണ്ട് 1 2 3 4. ദെൻ A.clearന് ദെൻ മെത്തേഡ് കൊടുക്കും. നമ്മളത് പ്രിൻറ്റ് ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഡിക്ഷണറി കിട്ടുക, എംപ്റ്റി ആയിട്ടുള്ളൊരു ഡിക്ഷണറിയാണ് കിട്ടുക. ദെൻ നെക്സ്റ്റ് DICT.copy. റിട്ടേൺ എന്ത് ചെയ്യുക, ഡിക്ഷണറീനെ കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. ഡിക്ഷണറീനെ എന്ത് ചെയ്യാം, കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ടാണ് DICT.copy എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഒറിജിനലിനെ കോപ്പി ചെയ്യുകയാണ്. ഇവിടെ ഒറിജിനൽ എന്നുള്ള കീ വാല്യൂസിന് എന്ത് ചെയ്യാം, ഇവിടെ ന്യൂ എന്നുള്ള ഡിക്ഷണറിയിലേക്ക് എന്താണ് കോപ്പി ചെയ്യുന്ന ഒരു എക്സാമ്പിളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ദെൻ മൂന്നാമത്തെ മെത്തേഡാണ് DICT ഫോം കീസ്. എന്താ, ക്രിയേറ്റ് എ ന്യൂ ഡിക്ഷണറി വിത്ത് കീസ്, ഫോം, സീക്വൻസ് ആൻഡ് വാല്യൂസ് സെറ്റ് ടു എ വാല്യൂ. ന്യൂ ഡിക്ഷണറി വിത്ത് കീസ് എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി, ന്യൂ ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് DICT.key ഫോംസ് യൂസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് DICT.keys. ഇവിടെ എന്താണ്, ഇതിൽ കീ വാല്യൂ പെയർസിൽ കീ മാത്രമാണ് എന്ത് ചെയ്യാം, ഇവിടെ ഈ മെത്തേഡ് യൂസ് ചെയ്യുമ്പം കീ മാത്രമാണ് എന്ത് ചെയ്യാം, പ്രിൻറ്റ് ചെയ്ത് വരാം. ദെൻ നെക്സ്റ്റ് DICT.update. ഇവിടെ എന്ത് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യാം, പുതിയ ഡിക്ഷണറിയിലേക്ക് പുതിയ എന്ത് ചെയ്യുക, കീ വാല്യൂ പെയർസിന് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. അതാണ് DICT അപ്ഡേറ്റ് എന്നുള്ള മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ D എന്നുള്ളൊരു ഡിക്ഷണറി, അതിലെ കീ വാല്യൂ പെയർ X2, അതിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുമ്പം Y = 3, Z = 3 0 എന്നുള്ള രണ്ട് കീ വാല്യൂ പെയർസ് ആഡ് ചെയ്യാം. നമുക്ക് എന്താണ്, ദെൻ ആ ഡിക്ഷണറി പ്രിൻറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും, പുതിയ വാല്യൂം കൂടി ആഡ് ചെയ്ത്, പുതിയ കീ വാല്യൂ പെയർ ആഡ് ചെയ്തിട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. X = 2, Y = 3 ആൻഡ് Z = 0 എന്ന് കിട്ടും. ദെൻ സെവൻത്ത് DICT.values. ഇവിടെ എന്താണ്, ഇവിടെ നമുക്ക് ഈ ഡിക്ഷണറിയിൽ പ്രിൻറ്റ് ചെയ്ത് വരുമ്പം ഔട്ട്പുട്ടിൽ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, വാല്യൂസേ ഉണ്ടാവുള്ളൂ, കീസ് ഉണ്ടാവില്ല. ദെൻ എക്സാമ്പിളായിട്ട് ഇവിടെ കൊടുത്താണ് ആപ്പിൾ 2, ഓറഞ്ച് 3, grapes 4. ഇവിടെ നമുക്ക് ഔട്ട്പുട്ട് പ്രിൻറ്റ് ചെയ്ത് വരുമ്പം നമുക്ക് എന്ത് കിട്ടുള്ളൂ, ഓൺലി വാല്യൂസ് മാത്രമേ ഉണ്ടാവുള്ളൂ, കീസുകൾ ഉണ്ടാവില്ല. ദെൻ നെക്സ്റ്റ് മെത്തേഡ് DICT.get. കീസ് ഡീഫോൾട്ട് = no. ഇവിടെ ഡിക്ഷണറിയിൽ കീ വാല്യൂ പെയർസിൽ കീ ഇല്ലെങ്കിൽ അവിടെ ഡീഫോൾട്ടായിട്ട് എന്താണ് അവിടെ വരിക, നോൺ എന്നാണ് വരിക. കീ വാല്യൂ പെയർസിൽ കീ ഇല്ലെങ്കിൽ നമുക്കത് ഔട്ട്പുട്ടിൽ പ്രിൻറ്റ് ചെയ്ത് വരുമ്പം കീൻ്റെ പ്ലേസിൽ എന്താണ് വരിക, നോൺ ആയിട്ട്, ഡീഫോൾട്ടായിട്ടുള്ള നോൺ എന്നാണ് വരിക. ദെൻ നെക്സ്റ്റ് സെയിം DICT.set default key, default = no. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിക്ഷണറിയിൽ ഓൾറെഡി എന്തില്ലെങ്കിൽ, കീസ് ഇല്ലെങ്കിൽ അവിടെ എന്താണ് ഡീഫോൾട്ടായിട്ട് നോൺ എന്നാണ് വരിക. ദെൻ നെക്സ്റ്റ് DICT.pop ഐറ്റം. ദെൻ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് ഇവിടെ, ഓൾറെഡി നമ്മൾക്ക് എന്ത് ചെയ്യുക, ഡിക്ഷണറിയിൽ കീ ഇല്ലെങ്കിൽ അവിടെ ഡീഫോൾട്ടായിട്ടാണ് എന്ത് ചെയ്യുക, അവിടെ നമുക്ക് പ്രിൻറ്റ് ചെയ്തിട്ട് കിട്ടാം. ദെൻ നെക്സ്റ്റ് മെത്തേഡാണ് DICT.pop. ഇവിടെ ഡിക്ഷണറിയിലെ എലമെൻറ്റ്സ് സ്പെസിഫൈഡ് ആയിട്ടുള്ള കീസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത് DICT.pop എന്നുള്ള മെത്തേഡ്സ് യൂസ് ചെയ്യും. സോ ഇത്രയാണ് നമ്മുടെ ഡിക്ഷണറി മെത്തേഡ്സ്. ഓക്കെ.